സോ ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോറി, പുതിയതല്ല, പഴയത് തന്നെ. നമ്മുടെ മഞ്ജുലികയാണ് ഗൈസ്. അപ്പം ഇതിനിടയ്ക്ക് എനിക്ക് ഒരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു. വേറെ ഒന്നല്ല ഗൈസ്, വീട്ടിൽ എത്തിയതിന് ശേഷം വീഡിയോ ഇടാനുള്ള ഒരു മൈൻഡ് സെറ്റ് വന്നില്ല ഗൈസ്. അപ്പോൾ എന്തായാലും ഇനി നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ കൂടെ തന്നെ കാണണം എല്ലാവരും. എന്തായാലും ഈ വട്ടം നമ്മൾ എന്തായാലും എസ്കേപ്പ് ആയിരിക്കും മഞ്ജുലികയുടെ കയ്യിൽ നിന്ന്. കഴിഞ്ഞ വട്ടം നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോ മഞ്ജുലികയായിരുന്നു. അതിനകത്ത് നമുക്ക് എന്തായാലും എസ്കേപ്പ് ആവാൻ പറ്റിയിട്ടില്ല. എന്തായാലും നമ്മൾ ഇതിൽ നിന്ന് നമ്മളെന്തായാലും എസ്കേപ്പ് ആയിരിക്കും ഗൈസ്. ഓക്കെ, എന്തായാലും നമുക്ക് നേരെ ഗെയിമിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. സോ ഗൈസ്, ഡേ 1 നമ്മൾ ഡേ 1 തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ തീർക്കുമെന്ന് ഞാൻ കരുതുന്നു ഗൈസ്. എന്തായാലും നമുക്ക് നേരെ പോയി നോക്കാം. ഓക്കെ, നമ്മുടെ മഞ്ജുലിക ഇപ്പോൾ എവിടെ ഉള്ളതെന്ന് അറിയില്ല. ഓക്കെ, ക്വിക്ക് ടിപ്പ് അഡ്ജസ്റ്റ് ഡിഫിക്കൽട്ടി സെറ്റിങ്സ് ടു മേക്ക് ദ ഗെയിം യെസ് അറിയാം. എന്തെല്ലാമോ തേങ്ങ അറിയുന്നുണ്ട്. നമുക്കെന്തായാലും നേരെ മേളിലോട്ട് പോകാം ഗൈസ്. ഓക്കെ, മഞ്ജുലിയെ കാണാനില്ല. ഇവിടെ കാണുവാണെങ്കിൽ ഒന്ന് അറിയിക്കുക ഗൈസ്. മഞ്ജു, ചേട്ടമ്മ എന്നടി മോളെ, എവിടെ ഉള്ളേ മോളെ മഞ്ജു? ഏതായാലും മഞ്ജു വരുന്നതിന് മുന്നേ ഗൈസ് ഇതിനകത്തൊന്നൊന്നുമില്ലേ. ഓക്കെ, മഞ്ജു മോളെ കാണാനില്ല. മഞ്ജുക്കുട്ടി എന്തെല്ലോ കാണിക്കുക ഗൈസ്. ഞാനൊന്ന് ഗെയിം അൺഇൻസ്റ്റാൾ ചെയ്തായിരുന്നു. അതിൽ ചെറിയ ഒന്ന് ആദ്യം തൊട്ട് കയറേണ്ടി വന്നു. എന്തായാലും നമുക്ക് കീ എടുക്കണം. ഈ കീയൊക്കെ അവിടെ കൊണ്ട് ഇട്ടിരിക്കുന്നടേ. മഞ്ജുവിനെ അമ്മച്ചിയെ കണ്ടടാ. അയ്യോ, ഓടിക്കൂടാ. വരുന്നു പുറകെ തന്നെ ഉണ്ടാ. എൻ്റെ പൊന്നി, ചടറ. ഇതിപ്പോ താഴോട്ട് വരുമല്ലേ? ഇവിടെ ആണെ വഴിയുമില്ല. എന്തായാലും നമുക്ക് ഇപ്പുറത്തൊക്കെ പോകാനൊക്കെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും ഗൈസ്. എൻ്റെ പൊന്നെ, എവളിത് 1 കിലോമീറ്റർ അപ്പുറത്തൊന്നും കണ്ടുപിടിക്കുന്ന എങ്ങനെയൊന്നും എനിക്കൊരു പിടുത്തം കിട്ടാതെ വല്ലാത്ത മതി. ചെയ്താനെ കൊണ്ട് ഒരു കുറ്റിച്ചൂലും കൊണ്ടൊക്കെ അടിക്കാൻ വന്നേക്കുന്നു പാട്ടി. എങ്ങോട്ട് പോയത്? ഇപ്പോൾ പുറത്തിറങ്ങിയ സീനാവോ? ഇല്ലെന്ന് വിചാരിക്കല്ലേ. ഇത് വേണ്ട. വരുന്നു. എന്താടാ ഇത്? എവിടുന്ന് കാണുന്നാടാ ഇത്? ജ്ഞാനദൃഷ്ടി എന്തോ ആണെന്ന് തോന്നുന്നു. എവിടെ കുഴിച്ചിടാനായിട്ട് ഒന്ന് പോയിണ്ടേ അവിടെ നിന്ന്. ഇതിപ്പോൾ പുറത്തിറങ്ങാൻ നിന്നിട്ടുണ്ടെങ്കിൽ പണി കിട്ടുമോ? ഇറങ്ങി ഓടല്ലേ ഗൈസ്. ഓടി നോക്കാം. ഓടിക്കൂ അമ്മച്ചി. കണ്ടില്ല ഗൈസ്. അയ്യോ, മേലോട്ടുള്ള വഴി ഏതായിരുന്നു? ഇവിടെ ഉണ്ട്. കാണാത്ത സ്ഥിതിക്ക് എന്തായാലും നമ്മൾ രക്ഷപ്പെട്ടു. വരുന്നതിന് മുന്നേ എന്തെങ്കിലും ആമറെടുക്കാൻ കഴിയുന്നില്ലല്ലേ? ഇതിലേ വരും. അമ്മോ, പുറകെ തന്നെ ഉണ്ട് കൈസ്. അമ്പോ, അയ്യോ,
ഓടിക്കല്ലോ മഞ്ജു മോളെ. മഞ്ജു മഞ്ജു അഞ്ചുവാ. ചേടാ പേടിയില്ലെല്ലാം കൂടെ പേരും മറന്നല്ലേ. മഞ്ജു മോളെ ഓടിക്കാതെ. അയ്യോ ദേ പുറകെ പിടിച്ച് പിടിച്ച് കേറടാ പെട്ടെന്ന്. താങ്ക് യു താങ്ക് യു. പാട്ടി തടിച്ചേട്ട. എങ്ങനെയാടാ ആ ഡോർ അവിടെ കിടത്തി വെച്ചേക്കുന്നു. ഡോറിനെ കിടത്തി അവിടെ വെച്ചേക്കുക. ചെറ്റകൾ ചതിയാണ്, വൻ ചതി. ഓക്കെ, ഇനി നമുക്ക് ജാഗ്രതരാവണം. സോറി, ശ്രദ്ധിച്ചു പോകണം. ഓക്കെ. ഇതെന്താ ഇവിടെ കിടന്ന് തിളങ്ങുന്നത്? ഇട് ഓമ്പെടുത്തിട്ട് ഞാനെന്ത് ചെയ്യാനാ? കത്താത്ത തീപ്പെട്ടി വല്ലതായിരിക്കും. മഞ്ജ താഴെ ഇല്ലെന്ന് വിചാരിക്കല്ലേ. ഒന്നും കാണാനും പറ്റുന്നില്ലല്ലേ. ഇവിടെ ഒരു ചാവിയുണ്ട്. ഇത് തുളയ്ക്കാനായിട്ട് ഇനിയിപ്പോൾ സാധനം കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട ആമറുണ്ടല്ലോ ഗൈസ്, ഇവിടെയോ ഒരു സൗണ്ടുണ്ട്. താഴോട്ട് വരുവാണെന്ന് തോന്നുന്നു ഗൈസ്. കണ്ട് കണ്ടില്ല. കേട്ടില്ല. കൊച്ചുമരത്തണലിനുള്ളിൽ കുളിരഴകല്ലേ. ഒന്ന് പോടി കൊച്ചു കള്ളി. പിന്നെ പോയാ പിടിക്കും. പോന്നു. ഇവിടെ ബ്രേക്കും ബെല്ലൊന്നും ഇല്ലാത്ത വണ്ടിയാന്ന് തോന്നുന്നു ഗൈസ്. ഒരു പോക്കാകെ പോവും. ബോർഡ് പിന്നെ എന്ത് തേങ്ങയ്ക്ക് ഇവിടെ ഇങ്ങോട്ട് വന്ന് ഇവിടെ ആയതുകൊണ്ട് പറയുക ഗൈസ്, വിശ്വസിക്കാൻ പറ്റില്ല. നോക്കി തന്നെ പോകണം. ഇവിടെ ബൈക്കിൻ്റെ തലയാണ്. എന്തായാലും ഗൈസ് നമുക്ക് ഈ ബൈക്കിൻ്റെ തല എടുത്തിട്ട് പോകുന്നതായിരിക്കും സേഫ്. കാരണം നമ്മൾ ബൈക്കിലാണ് എസ്കേപ്പ് അടിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ബൈക്കിൻ്റെ തലയെടുത്തോടിക്കൊണ്ടിരിക്കും നമ്മൾ. ബൈക്ക് മതി ഞമ്മക്ക് മോളെ. ബൈക്കില ഞമ്മളെ യാത്ര മഞ്ജു മോളെ. ബൈക്കിലാണ് നമ്മൾ പോണേ. എൻ്റെ പൊന്നേ, എവിടെ? ശരി, മഞ്ജു മോളെ താഴെത്തിയ മോളെ. ഈ കുറച്ചു നേരം താഴേക്ക് നമ്മൾ മേലെ നല്ല സെറ്റാക്കട്ടെ. ഇനിയിപ്പോൾ ആമർ എടുക്കണം. ഓക്കെ. അയ്യോ, ഇപ്പോൾ പാഞ്ഞ് പറന്നു വരും. ഇപ്പം എത്തും. അങ്ങോട്ട് എന്നെ കണ്ണും നട്ടുന്നു. ഒരു സാധനം ഓടുന്നതാണ്. കണ്ട് സൗണ്ട് കേട്ടിയില്ലേ? വരേണ്ട ടൈം കഴിഞ്ഞ. അയ്യോ, ഇതിലെയാണ് വരവ്. പറ്റിക്കാൻ നോക്കുന്നോടി കൊച്ചു കള്ളി. എൻ്റെ പൊന്നിടയെ ഓടിക്കരെ ഒളിക്കടാ. അയ്യോ, എവിടെ? കട്ടിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. കട്ടിൽ താന്നു പോവില്ല. വാടന്ന് അവിടെ നിന്ന് ജ്ഞാന ദൃഷ്ടിയിൽ നോക്കിക്ക പാട്ടി. ഞാൻ വിചാരിച്ച് കൊന്നു. പോയാ? പോയി. ഇനി ഇതെടുക്കണം. ഓക്കെ, ഇതെടുത്തു.
നേരെ ചാടുക. അത് അവൾ എവിടെ ഉള്ളത് നോക്കണം. എവിടെ ആയിരുന്നു കുഴിക്കണ്ടേ? എവിടെ? ഓക്കെ, ചാവി. എവിടാ? ഇറങ്ങി വരുന്നുണ്ടോ? ഒന്നും കാണാനില്ലല്ലോടെ. ഏത് കൂതാമിലൂടെ നടന്നു പോകുന്നവള്? താഴോട്ട് വല്ലതും വന്നാ? പോയോക്കല്ലേ. മഞ്ജു, മഞ്ജു. ഇത് നമുക്ക് ആമർ വേണം ഗൈസ്. അപ്പോൾ ആമർ എടുക്കണം. അതിന് മുന്നേ നമുക്ക് 1-2 സ്ഥലങ്ങൾ തുറക്കാനുള്ളത് നമുക്ക് പോയി തുറന്നേക്കാം. അയ്യോ, പിടിച്ചു. ശിവണേ, അതുകൊണ്ട് താഴോട്ടിരുന്നു. ഇവളെ കൊണ്ട് മുകളിൽ തന്നെ ഉണ്ട്. അതെ, കാല് വന്നുണ്ടോ? ഓപ്പൺ ദ ഡോർ. ഇവിടെ വല്ലതും ഉണ്ടോ? ഇവിടെ കുടുങ്ങിയടാ. എവിടെ? അതാണ്ടേ പോകുന്നു. താഴോട്ട് വരും. താഴോട്ടേക്ക് വരുമല്ലോ. താഴെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ല ഗൈസ്, താഴോട്ടേക്ക് വരുന്നുണ്ട്. അതാണ്ട് വരുന്നു. പേടിച്ചെന്ന് കരുതി. ഇതെന്താ ഇവിടെ ചുറ്റിക്കളിക്കുന്നേ? അത് വേണ്ട. പോയേ എൻ്റെ പൊന്നാ. നമ്മളെന്തായാലും മഞ്ജുവിനെ ഉപദ്രവിക്കില്ല, കാരണം നമ്മളെ മഞ്ജു കുട്ടിയാണ്. അതുകൊണ്ട് മഞ്ജുമളെ ഉപദ്രവിക്കാതെ നമുക്ക് എങ്ങനെ എസ്കേപ്പ് ആവും നോക്കാം. എന്തായാലും നമ്മൾ എസ്കേപ്പ് ആവും ഗൈസ്. എവിടെയായിരുന്നു? അയ്യോ, അതിലേ പോകുന്നുണ്ടല്ലേ. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇത് നേരത്തെ വന്നല്ലേ. താഴെ ഉണ്ട് ഗൈസ് ഒരു സ്ഥലം, അവിടെയും കൂടി തുറക്കാനുണ്ട്. നമുക്കത് മേലുള്ള തുറന്ന് വച്ചേക്കാം. ഓക്കെ, അത് തുറന്നു. അതും തുറന്നു. ഇവിടെ ഹൈഡ് ചെയ്യാനുള്ള അതൊക്കെ ഉണ്ട്. സെറ്റാ. ഒന്ന് ഓപ്പണാക്കിയാണ്. എന്തെങ്കിലും ഉണ്ടോ? ഇത് വല്ലതും? കോടാലി കിട്ടി. കോടാലി എവിടെയായിരുന്നു യൂസ് ചെയ്യാറ്? ഇതിൻ്റെ അങ്ങോട്ടേക്ക് എന്ത് കൊണ്ടുപോകാൻ പറ്റത്ത്? എൻ്റെ പൊന്നേ, അയ്യോ, ഞാൻ വിചാരിച്ച് അടിച്ച് കൊന്നു. ഈ ചൂല് വെച്ച് അടിച്ച് കൊന്ന ഇത്രയ്ക്ക് പവറുണ്ടോ അവിടെ? ചൂല് വെച്ചടിക്കാനും മാത്രം പവറുണ്ട് ചൂലിൽ. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. ഓടിക്കോ. കിട്ടി. ചാവിനി അവിടെ പോയിട്ട് എടുക്കണ്ടേ? എന്തോ ഒരു കഷ്ടങ്ങളാണ്.
ആ ഹേനൽ ഞാൻ എവിടെ കൊണ്ടുപോയിട്ടോ, അത് ഓർമ്മയില്ലല്ലേ. അതെ വരുന്നു. ഈ പറച്ചി ഇത് എവിടെ നിന്ന് കണ്ടുവരുന്നതായിരിക്കും. ആ വന്ന് കിട്ടിയിട്ട് പോട്. പിന്നെ ആ എന്നിട്ട് പോകുന്നുണ്ട്. മഞ്ജു പോയിരിക്കുന്നുണ്ട്. എന്തത് സ്ക്രീനൊരു മയർ കളിക്കുന്നു. ഓക്കെ, എന്തായാലും മഞ്ജുവിനെ നമ്മൾ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇപ്പം എപ്പം മുന്നേ വന്ന് ചാടുമെന്നറിയില്ല. എവിടെ ഉള്ളത്? താഴോട്ട് വരുന്ന ഈ കള്ള ചെയ്ത്താനെ കൊണ്ട് മേലെ ഉള്ളു. ഓക്കെ, ഞാനങ്ങോട്ട് വരാം. മേലെ ഉണ്ട്. എനിക്ക് ആ ചാവി എടുക്കണം കൈസ്. ആവശ്യ സമയത്ത് എന്തോടെ കാണിക്കുന്നത്? അയ്യോ കണ്ടറ എടാ കുടുങ്ങിയടാ. ഈ തേങ്ങ മുറച്ച് ഞാനെല്ലാം കൂടെ വെട്ടി കീറും ഞാൻ. അതുകൊണ്ട് ഓടിയത്. ഇവക്ക് കൊലവെറി തന്നെയാണല്ലോ ഇവിടെ. വരുന്നുണ്ടോ? അയ്യോ, എന്തുവാടാ ഇവക്ക്? എൻ്റെ പൊന്നേ, എന്താടാ ഇവളിങ്ങനെ? ഒന്ന് ജീവിച്ചു പോകാനും സമ്മതിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് അത് എടുപ്പിക്കില്ല എന്ന് പറഞ്ഞ് നടക്കുവാണെന്ന് തോന്നുന്നു. പിന്നെ പോയോക്കല്ലേ ഇത്. എവിടെ? ആ കീ എവിടായിരുന്നു? ഷിറ്റ്, കീ അപ്പുറത്താ കൊണ്ടുപോയി തൊലിച്ചിട്ട് കൊടുത്ത്. അവളെ കാണ്. കീ കിട്ടി. ഓക്കെ. ഉയ്യോ, ഇപ്പോൾ വരും. ഇപ്പോൾ ഓടി വരും. അപ്പുറത്തൂടെ ഒന്ന് പോയിട്ട് പിന്നെ റിട്ടേൺ ബാക്ക് അടിച്ച് വരും. അവിടെ പോന്നട്ടെ മോളെ മഞ്ജു. അതാ പോയി. വരുന്നു. എന്താല്ലേ അതാണ്ട് പോന്നു. പിന്നെ നീ പോകാനാണെങ്കിൽ എന്തിനേണ്ടി വന്ന്? കൊന്നേണ്ടും പോകണം. കൊല്ലാതെ എങ്ങനെ വിട്ടു പോവുക? പിന്നെ തേങ്ങയും ചെയ്തിൻ്റെ പിന്നാലെ പോയിരുന്നത്. എന്തായാലും ഓക്കെ, നമുക്ക് ആ മരം വെട്ടിയെടുക്കണം ഗൈസ്. ഇവിടുത്തെ എവിടാ പോയെന്നൊരു പിടുത്തമില്ലല്ലോ. അതോട്ട് പോന്നു. പൊയ്ക്കോട്ടെ. താഴേക്കാ പോന്ന്. എൻ്റെ പൊന്നി കണ്ടു ഗൈസ്. പുറകെ തന്നെ പിടിച്ച് വരുന്നല്ലേ.
ആ വരുന്നുണ്ട് വരുന്നുണ്ട്, വന്നിട്ട് പൊക്കോട്ടെ പാവം. വെറുതെ ഞാനവിടെ നോക്കിന്ന് സംഭവം ആ ജനാലയോട് കാണാമായിരുന്നടാ. എന്തൊരു പാവാടാ ഞാൻ. എൻ്റെ മഞ്ജു, നീ എന്നോട് ഇങ്ങനെ കാണിക്കല്ലേ. എങ്ങോട്ടാ പോയത്? ഓക്കെ, താഴെത്തി. ഓപ്പൺ ദ ഡോർ. എൻ്റെ മുന്നേ ഇല്ല, കുഴപ്പമൊന്നുമില്ല കേസ്. അതായത് ഈ സീക്രട്ട് ഏരിയ ആണ് നമുക്കിപ്പോൾ ആവശ്യം. വന്നാ തേഞ്ഞു മക്കളെ. ഓക്കെ, ഇനിയിപ്പം നമുക്ക് കീ എടുക്കണം ഗൈസ്. നമ്മുടെ കീ അപ്പുറത്തെ കുതാമിലാന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ പോയി കീ എടുത്തിട്ട് വരണം. കീ എടുത്തിട്ട് നമുക്ക് ആ ഡോറൊന്ന് ഓപ്പൺ ചെയ്യണം. പിക്ക് കീ. അപ്പം എന്തായാലും വരും. അപ്പോൾ അവളങ്ങോടി എത്തും. ഞാൻ എത്ര പുറത്തോട്ട് ചാടാൻ നോക്കിയാലും അവൾ എന്നെ ഓടിപ്പിടിക്കും ഗൈസ്. അതുകൊണ്ട് ഇവിടെ തന്നെ ഒളിഞ്ഞിരിക്കാം. വന്ന് പോയി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അതാട്ടെ വരുന്ന കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്. വന്ന് പോയിട്ട് നമുക്ക് നോക്കാം ബാക്കി കാര്യങ്ങൾ. അവളെന്തായാലും കുറച്ചുകൂടെ ഒന്ന് നടന്നു പോട്ടെ. സൗണ്ട് ഞാൻ കേൾക്കാം. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ സോറി ഗൈസ്. ഞാൻ സൗണ്ട് കുറച്ച് വെച്ചതാണ്, അതുകൊണ്ട് സോറി. എന്തായാലും നമുക്കാണെങ്കിൽ കീ എടുത്തിട്ടുണ്ട്. കീ എടുത്ത് നേരെ നമുക്ക് പോകാൻ നോക്കാം. പോയി അവൾ അണ്ണാക്കിലോട്ട് വീഴാതിരുന്നാൽ മതിയായിരുന്നു. കാരണം 3 വട്ടം അവൾ നമ്മളെ കൊന്നു കഴിഞ്ഞു. 2 വട്ടം അവൾ നമ്മളെ കൊന്നു. ഇപ്പം അവിടെ പോയി സൗണ്ട് ഉണ്ടല്ലേ. താഴെ ഉള്ളു. ആ സീക്രട്ട് ഏരിയയുടെ ലോക്ക് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, അത് ഓപ്പൺ ചെയ്ത് ഒന്ന് കയറ അങ്ങോട്ട് വലിയ. അത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പം നമുക്ക് എൻ്റെ മുന്നേ ഇനി ടയർ എടുക്കണം നമുക്ക്. ഓക്കെ, സ്റ്റിയറിങ് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പം സ്റ്റിയറിങ് ഹാൻഡിൽ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ടയേഴ്സ് എടുക്കണം. ഒരു വീല് നമുക്ക് സെറ്റാക്കണം. ഓക്കെ, അത് തന്നെ. പിന്നെ ആ ഹാമർ എടുത്തു കൊണ്ടുവന്നിട്ട് അവിടെ ഒരു ഡോറുണ്ട് ഗൈസ്. ആ ഡോറ് നമ്മൾ തല്ലി പൊളിക്കണം. ഓക്കെ, ഇനി എന്തായാലും നമ്മൾ ഈ പ്രാവശ്യം നമ്മളെന്തായാലും വിടില്ല. കളി ഫിനിഷ് ചെയ്തിട്ടേ നമ്മളെന്തായാലും ഇറങ്ങുള്ളൂ. താഴോട്ട് ചാടറ. വീലൊന്ന് മേലെ നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരു വീല് കൂടെ നമ്മൾ സെറ്റ് ചെയ്യണം. അതിന് ഈ ഡോറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക്. അതുകൊണ്ട് പോകുന്നു. ഇങ്ങോട്ട് വരല്ലേ. ഇന്ന് ഹൈഡ് ചെയ്യാൻ പറ്റില്ലടി. വീലവിടെ ഒരെണ്ണം ഇരിപ്പുണ്ട്. ഒന്നുമില്ലേ. കുഴപ്പമില്ല. അതാ പോന്ന്. നമ്മൾ ആ വീല് സെറ്റ് ചെയ്തതിന് മുന്നേ
ഇവിടെ വല്ലതും ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. കിട്ടി. മഞ്ജുവിൻ്റെ വല്യമ്മച്ചിയ അഞ്ചിമ. ഇതുപോലെ ഏതോ തൻ്റെ അടുത്ത് കോപ്രായം കളിക്കാൻ പോയത്, അടിച്ച് കാരണം വരെ തിരിച്ചു കൊടുത്ത്. ഇതേ വരുന്നു. എവളെ കൊണ്ട് വല്ലാത്ത കഷ്ടമാണല്ലോ. അമ്മ എങ്ങനെ കൊല്ലാൻ പോണ്. ഇവളെന്നെ കൊണ്ടേ പോളെന്ന തോന്നുന്നു. വിടില്ലടി, ഞാൻ വീണ്ടും വരും. വന്നു തന്നെ ഞാൻ കൊല്ലും. ഞാൻ വരുന്നടി, വരാം ഞാൻ. വരുന്നു ഞാൻ.